തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. തലസ്ഥാന മണ്ഡലത്തിൽ ത്രികോണ മത്സരമെന്ന് ഡോക്ടർ തരൂർ പറയുമ്പോഴും അല്ലെന്നാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ പറയുന്നത്. മത്സരം LDFും UDFും തമ്മിലെന്ന് പന്ന്യൻ രവീന്ദ്രനും മോദിയുടെ ഗ്യാരണ്ടിക്കാണ് ഇക്കുറി വോട്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും പറയുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായ ആവേശ പോരാട്ടമാണ് ഇക്കുറി തലസ്ഥാനത്ത്. 4ാം അംഗത്തിലും വിജയപ്രതീക്ഷയിലാണ് തരൂർ. മണ്ഡലത്തിൽ ത്രികോണ മത്സരമുണ്ടെന്നും രണ്ടു കൂട്ടരെയും നിസാരമായി കാണുന്നില്ലെന്നും UDF സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു ത്രികോണ മത്സരം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സീറ്റ് എടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. ഈ കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്ത് വന്ന് BJP ആണ്. അപ്പോൾ 3 പാർട്ടിയും നമ്മൾ കാണണം, 3 ആളും മത്സരത്തിൽ ഉണ്ടെന്ന് കാണണം. തിരുവനന്തപുരത്ത് മത്സരം LDFും UDFും തമ്മിലെന്ന LDF സ്ഥാനാർത്ഥി. ഇതിലൂടെ ത്രികോണ മത്സരം എന്ന വാദത്തെ തള്ളുകയാണ് പന്ന്യൻ. ഇവിടെ മത്സരം നേരിട്ടുള്ള മത്സരമാണ്. BJP 3ാം സ്ഥാനത്താണ്. ഇവിടെ UDFും നമ്മളും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ നമ്മൾക്ക് മേൽക്കൈയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. BJP ഒരു പ്രശ്നമേ അല്ല. BJP നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഇത് വാർത്തകളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആ വാർത്തയിലെ പ്രകമ്പനം മാത്രം വോട്ടായി മാറില്ല. വാർത്തയും യാഥാർത്ഥ്യവുമായി പലപ്പോഴും പൊരുത്തപ്പെടുന്നുമില്ല. മണ്ഡലത്തിലാകെ വികസനമില്ലായ്മ ചൂണ്ടിക്കാട്ടിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. മോദിയുടെ ഗ്യാരണ്ടി വോട്ടാകും. ഇക്കുറി താമര വിരിയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. മോദിയുടെ വികസനം, നമ്മുടെ വികസനം, വികസിത് ഭാരതം, ഒരു വികസിത് തിരുവനന്തപുരം, അതാണ് വോട്ടിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു MP ഉണ്ടെങ്കിൽ അത് ഞാനാണ്. BJPൻ്റെ കാൻഡിഡേറ്റാണ്, നരേന്ദ്രമോദിജീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്. പ്രചരണം ചൂടുപിടിക്കുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് കളി മാറുമെന്നുറപ്പ്. AB ജയശങ്കർ, 24, തിരുവനന്തപുരം. അരവിന്ദ് VG പറയുന്നു, ഗുഡ് മോർണിംഗ് SK, ഗുഡ് മോർണിംഗ്. അടൂർ ഭാസി ഒരിക്കൽ ഇങ്ങനെ എഴുതിയിരുന്നു, എനിക്ക് വരുന്ന ബന്ധുക്കളുടെ കത്തുകളിലെ അവസാന ഭാഗമേ ഞാൻ വായിക്കാറുള്ളൂ, അവിടെയാണ് ഈ ആവശ്യങ്ങൾ ഉണ്ടാവുക. അത് സത്യമാണ്. മിക്ക കത്തുകളിലും ആദ്യം കുറേ കാര്യങ്ങളൊക്കെ എഴുതും, മഴയാണ്, മഞ്ഞാണ്, കാലാവസ്ഥയാണ് എന്നൊക്കെ എഴുതിയിട്ട് അവസാനം അടുത്ത മാസം നീ ഒരു 3000 രൂപ എനിക്ക് അയച്ചു തരണം എന്നൊക്കെയല്ലേ കത്തുകൾ അയക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ്